അമ്മേ, ആ ഞങ്ങളിവിടെ സുഭാഷ് പാർക്കിൽ വന്നതാ. ഓ ഉണ്ട്. ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ തുടങ്ങിയതാ. അറിയാലോ അമ്മയ്ക്ക്. ആ ആ മോള് ഇവിടെ ഉണ്ട്. മോള് ഡോ മോളെന്തിയെ? നീയല്ലേ ഇത്ര നേരം കൊച്ചിനെ കൊണ്ടു നടന്നത്? എന്നിട്ട് പിന്നെ എന്നോടാണ് ചോദിക്കുന്നത് കൊച്ചൻ്റെ നോക്കാൻ പറ്റില്ല, വീട്ടിൽ നിർത്തിയിട്ട് വന്നാൽ പോരായിരുന്നു. എടോ കുഞ്ഞ് തൻ്റെ കൂടെ അല്ലേ ബസ്സിൽ നിന്ന് കൈ പിടിച്ചിറങ്ങിയത് അവള്? പിന്നെ എവിടെ പോയി എൻ്റെ മോള്? നീയല്ലേ എത്ര നേരം കൊച്ചിനെ കൈ കൊണ്ടു നടന്നത്? പിന്നെ എന്നോടാണോ ചോദിക്കുന്നത്? താൻ ഓരോന്ന് പറഞ്ഞ് എൻ്റെ മൈൻഡിൽ പോയി. താൻ വാ, താൻ കുഞ്ഞിനെ നോക്കാൻ വാടോ. ചേട്ടാ ചേട്ടാ നിക്കേ. ചേട്ടാ ഞാൻ കണ്ടതായിരുന്നു ഒരു നീല ഷർട്ടിട്ട ഒരാള് നമ്മുടെ മോൾക്ക് നേരെ മിഠായി നീട്ടുന്നു. ഞാൻ കണ്ടായിരുന്നു. എനിക്ക് ആളെ കണ്ട തിരിച്ചറിയാം? എനിക്കറിയാം, എനിക്ക് കണ്ടതറിയാം. നേരത്തെ പറയണ്ടേ കോപ്പ്? എന്റെ മോളെവിടെ കാണുന്നില്ലല്ലോ. ഏട്ടാ ഞാനിവിടെ ഇരിക്കുക, എനിക്ക് തല കറങ്ങുന്നു. എന്റെ മോളെവിടെ പോയി? ഹലോ അമ്മേ, മോളെ കണ്ടില്ല അമ്മേ. നോക്കിക്കൊണ്ടിരിക്കുക, അവളിവിടെ എങ്ങും കാണുന്നില്ല അമ്മേ. എന്റെ മോനെ, എന്റെ കൊച്ചവറാ എന്റെ നീയല്ല കൊണ്ടുപോകുന്നത് കണ്ടേ? എനിക്കാ കാണിക്കുന്നേ കൊച്ചവറ, എന്റെ കൊച്ചവറോ പിന്നെ എന്റെ കൊച്ചിനെ കൊണ്ടുപോയില്ലേ? നിങ്ങളുടെ കൊച്ചെങ്ങും പോയിട്ടില്ല, എല്ലാം ഞാൻ പറയാം. ചില്ലറ എന്തെങ്കിലും തരാം, വിറ്റ നല്ല കാശ് കിട്ടി. എന്ത് പറയുന്നു? അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല, കിട്ടിയപ്പോൾ ആദ്യം പാതി. എന്ത് പറയും? ആലോചിക്കും. എടാ, ഒരുത്തൻ കൊച്ചിനെ കൊണ്ട് പോയിട്ടുണ്ട്, അവനെ പിടിക്കണം. നമ്മളെ പിള്ളേർ വിളിച്ച നഷ്ടപ്പെട്ടെങ്കിലേ അത് നിങ്ങളുടെ ഉത്തരവാദിത്തത്തിന് കുറവുകൊണ്ടാണ്. എനിക്ക് ഇയാളെ നേരത്തെ അറിയാവുന്നതാണ്. ഇതൊരു മിണ്ടാപ്രാണിയാണ്, പാവ. ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ മരിച്ച് അങ്ങനെ പുള്ളി കഴിയുന്നത് എനിക്കറിയാവുന്ന ആളാണ്. ഇയാളുള്ളതുകൊണ്ടാണ് നിങ്ങളുടെ കൊച്ചിനെ തിരിച്ചു കിട്ടിയത്. ഇവിടെ ഒരു മാഫിയ തന്നെ ഉണ്ട്, കൊച്ചു പിള്ളേരെ തട്ടിക്കൊണ്ട് പോയി ആന്തരിക അവയവങ്ങളൊക്കെ എടുത്ത് വെക്കുന്നത്. എടാ, ഞങ്ങൾ വന്നപ്പോൾ തന്നെ കണ്ട് നിങ്ങൾ അടി ഉണ്ടാക്കണത്. നിങ്ങൾ അടി ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ കിടന്ന് അടി ഉണ്ടാക്കണം, അല്ലാണ്ട് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്.
എടാ നീ ഏരിയ കിടന്ന് നീ അടി ഉണ്ടാക്കണുണ്ടല്ലോ നായിൻ്റെ മോനെ അടിച്ചാൽ ആവശ്യം കലക്കും ഞാൻ മനസ്സിലായാ. എടാ കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ദമ്പതികളുണ്ട് ഈ നാട്ടിൽ, നിനക്കൊക്കെ ഉണ്ടായിട്ടാണ്. എടാ ഇനിയെങ്കിലും കൊച്ചുങ്ങളെ നോക്കി വഴക്കം വെക്കാണെങ്കിലാണ് ജീവിക്കാൻ സന്തോഷം. കൊച്ചുങ്ങളെ കണ്ട് വളരട്ടെ.